ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണസദ്യയിൽ ഒരു മെയിൻ താരം എന്നൊക്കെ പറയാം അല്ലേ, നമ്മുടെ പുളിയിഞ്ചി, നമ്മുടെ സ്വന്തം പുളിയിഞ്ചി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ ഇഞ്ചി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പുളി, ഒരു അത്യാവശ്യം വലിയ സൈസ് നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ചുടുവെള്ളം ഒഴിച്ചിട്ട് അവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞു വെച്ച ഒരു അരക്കപ്പോളം ഇഞ്ചി ഉണ്ടാകും, അത് ചേർത്ത് കൊടുത്തു. കൂടെ തന്നെ ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. കൂടെ 1-2 പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആക്കുന്ന രീതിയിൽ നല്ലപോലെ ഫ്രൈ ആക്കല്ല, നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നമുക്ക് ഈ ഒരു സമയത്ത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാനിതാ ഈ ഒരു സമയത്ത് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിനിത് അത്യാവശ്യം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് ഇത് മൂപ്പിച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിന് മുന്നേ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. കുറച്ച് അല്ലേ, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വിഭവങ്ങൾ മാത്രമേ ഞാൻ ട്രൈ ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓണം എത്താറായില്ലേ, ഓണം ഇങ്ങെത്തി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് എന്താ പറയുക, ഷെയർ ചെയ്ത് കൊടുക്കുക. പുളിയിഞ്ചിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ പുളിയിഞ്ചി എന്തായാലും എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുന്നൊരു ഐറ്റം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇവിടെ കളറൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാകുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഒത്തിരി ഡാർക്ക് കളറാക്കിപ്പിക്കണ്ട കേട്ടോ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി കായപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഈ സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാലൻസ് ആക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പുളി ചേർത്ത് കൊടുക്കുമ്പോഴും ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള പുളിങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പുളി ഒന്ന് ബാലൻസ് ആക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് ചെറുതായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഇത് ഇരിക്കും തോറും എന്തായാലും ഇത് കുറുകി വരും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ശർക്കര. അപ്പോൾ ഞാനിവിടെ ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ആണെങ്കിൽ ശർക്കര ഒന്ന് മെൽറ്റാക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം, വെള്ളത്തിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയാണ് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരുപാട് ഇട്ടിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇരിക്കും തോറും ഇതൊന്ന് കട്ടിയായിട്ട് വരും. ഈ കളറൊക്കെ മാറി നല്ല പുളിയിഞ്ചിൻ്റെ ഡാർക്ക് കളറ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ നിർത്തുവാണ്, ഇനി ഇട്ട് തിളപ്പിക്കുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഈസി പുളിയിഞ്ചി ട്രൈ ആക്കി നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ.